എമ്പുരാൻ സിനിമയുടെ എഡിറ്റഡ് വെർഷൻ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷവും 5 ലേഖനങ്ങളാണ് ഓർഗനൈസറിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓർഗനൈസറിൽ വന്ന ലേഖനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ക്രമീകരിച്ച ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 7:30 അതായത് എഡിറ്റഡ് വെർഷൻ തിയേറ്ററുകളിൽ ഓടിത്തുടങ്ങിയ ദിവസമാണ് ഇന്ന് ഓടിത്തുടങ്ങിയ ശേഷം രാവിലെ 7:30 എമ്പുരാൻ സ്റ്റിൽ ആൻറ്റി നാഷണൽ ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് ഓഫ്, ഇൻവെസ്റ്റിഗേറ്റ് ദ പൃഥ്വിരാജ് മുരളി നെക്സസ്. അതായത് നിങ്ങൾ എത്ര എഡിറ്റ് ചെയ്തിട്ടും കാര്യമല്ല, ഇത് ആൻറ്റി നാഷണൽ സിനിമയാണ് എന്ന് RSSൻ്റെ മുഖപത്രത്തിൽ വീണ്ടും ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. RSSനെ ഇത്ര കണ്ട് ഈ സിനിമയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പൊള്ളിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇത് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെങ്കിൽ അതിൽ ഒരു ഭാഗം RSS പറയുന്നത് കറക്റ്റാണ്. നിങ്ങളിത് എഡിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഭാഗം കറക്റ്റാണ്. കാരണം വെച്ചാൽ എന്താണോ സിനിമയിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് എത്ര എഡിറ്റ് ചെയ്താലും അത് കൺവേ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ഓൾറെഡി കൺവേ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പം പിന്നെ ആ ഭാഗം RSS പറയുന്നത് ശരിയാണ്. പിന്നെ പറയുന്നത് ആൻറ്റി നാഷണൽ, ആൻറ്റി ഹിന്ദു, ഇത് അവരെല്ലാ സംഘപരിവാരത്തെ എതിർക്കുന്ന ഏത് സംഗതിയെയും വിശേഷിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന 2 ടേമാണ് ആൻറ്റി നാഷണൽ ആൻഡ് ആൻറ്റി ഹിന്ദു. ദേശവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്നൊരു പരിഭ്രമമുണ്ട്. ആ ആക്ഷേപം കേൾക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പരിഭ്രമമുണ്ട്. അതോടുകൂടി അവരടങ്ങിയിരിക്കും എന്നുള്ളൊരു തന്ത്രമാണിത്. അതിവിടെയും ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടിങ്ങനെ പൊള്ളുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 ഗുജറാത്ത് വംശഹത്യാ കാലവും ആ വംശഹത്യയ്ക്കിടെ ഉണ്ടായ കൊടിയ ക്രൂരതകളും വിവരിക്കുന്നുണ്ട് സിനിമയിൽ. 2002 കഴിഞ്ഞ് 2025 ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് 2002 ഗുജറാത്ത് വംശഹത്യാ ശ്രമം എന്നുള്ളത് ഒരു കേട്ടുകേൾവി മാത്രമാണ്. അല്ലെങ്കിൽ അതിൽ പല ആളുകൾക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അറിവില്ല. ഒരുപക്ഷെ അവരറിയാൻ ശ്രമിക്കുന്നു പോലും ഉണ്ടാവില്ല. കാരണം പുതിയ കാലമാണ്, പുതിയ സാഹചര്യമാണ്, പുതിയ സൗകര്യങ്ങളാണ്, പുതിയ ലോകമാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലും ഉണ്ടാവില്ല, അറിയുന്നു പോലും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കിത് അറിയാനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളതൊരു പ്രശ്നമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത് എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് എന്താ പറയുക, നമ്മുടെ വളരെ കുഞ്ഞായിരുന്നൊരു കാലമാണ് എന്ന് വിചാരിക്കുക. നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പിന്നീട് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴോ യുവാവായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിരിച്ചറിവ് എത്തിയതിന് ശേഷം നമ്മൾ അറിയുന്നത് അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ, ഇതൊക്കെ കണ്ടും വായിച്ചും അറിഞ്ഞുമാണ് നമ്മൾ അറിയുന്നത്. അന്ന് എങ്ങനെയാണ് പൗരസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടത്, ആ പൗരസ്വാതന്ത്ര്യം ഹനിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ആളുകൾ എങ്ങനെയാണ് കൂട്ടത്തോടെ ജയിലിലടച്ചത്, ആളുകൾ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി തല്ലിക്കൊന്നത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന രാജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയാണ് ഉരുട്ടിക്കൊന്നത്, അതുപോലെ നിർബന്ധിത മദ്യകരണം എങ്ങനെയാണ് നടപ്പാക്കിയത്, ചേരികൾ എങ്ങനെയാണ് ഇടിച്ചു നിരത്തിയത്, ഇതൊക്കെ നമ്മൾ അറിയുന്നത് പിൽക്കാലത്ത് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചും ലേഖനങ്ങൾ വായിച്ചും ഒക്കെ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികളൊക്കെ കണ്ടുമൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഈ ഗുജറാത്ത് വംശഹത്യാ ശ്രമത്തെക്കുറിച്ച് പരമാവധി ലിറ്ററേച്ചറൊക്കെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ സംഘപരിവാർ ഭരണകൂടവും സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഭരണകൂടവും അതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ശ്രമിച്ചു കാണും. അതിൻ്റെ ബാക്കിയാണല്ലോ ഇപ്പോൾ BBC ഒരു ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണല്ലോ. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റ് പുസ്തകങ്ങളൊക്കെ ഒരുപക്ഷെ വരും കാലത്ത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതായി മാറാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോക്സ് ഓഫീസ് സിനിമ കേരളത്തിലെ എന്താ പറയുക ഒരു തട്ടുപൊളിപ്പൻ സിനിമയായിട്ട് ആളുകൾ എൻ്റർടൈനർ പോലെ കാണാൻ ഇടിച്ചു കയറുന്നൊരു സിനിമ ഈ വിഷയമായിട്ട് വരുന്നത്. അത് വന്നു, അത് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എന്താണ് ഈ ഗുജറാത്ത് വംശഹത്യാ ശ്രമം എന്നുള്ളതും ഗോദ്രയിലെ ട്രെയിനിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ചും ഒക്കെ ഇത് സംസാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ചെറുപ്പക്കാരാണ്, അവർ കാണുമ്പോൾ ഇതെന്താ സംഗതി, ഇത് നടന്നാണോ അല്ലയോ, അന്ന് എന്താ ഉണ്ടായത്, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ പല കഥകളും അവരുടെ മുമ്പിലേക്ക് വരും. ഈ വംശഹത്യാശ്രമത്തിൽ പങ്കെടുത്തത് വളരെ ആത്മാഭിമാനത്തോടെ വിവരിക്കുന്ന കൊടും സംഖ്യകളായിട്ടുള്ള ആളുകളുടെ മുഖങ്ങൾ അവരുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ പലതും നാട്ടുകാരറിയും. ഈ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം അത് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തതാണെങ്കിൽ പോലും ഇപ്പോൾ ഈ കുറേ ഭാഗം എഡിറ്റ് ചെയ്ത് കളഞ്ഞ് കുറേ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റി ചിലത് മ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ആണെങ്കിൽ പോലും ആ സിനിമയിൽ അതവിടെ ഉണ്ട്. അപ്പോൾ ഇനി കാണുമ്പോൾ പോലും ഇതെന്താണ് എന്നുള്ള ചോദ്യം അവിടെ വരും. അപ്പോൾ ഇത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അവരുടെ ഒരു രാഷ്ട്രീയ മൂലധനമായിട്ട് കൊണ്ടു നടക്കുന്നൊരു സംഗതി നാട്ടുകാരുടെ മുമ്പിൽ വേറൊരു നിലയ്ക്ക് അതിൻ്റെ വസ്തുതകളിലേക്ക് ആളുകൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് RSSനെ വല്ലാതെ പൊള്ളിക്കും. എങ്ങനെ പൊള്ളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ്
ആധിപത്യത്തിന് മാപ്പപേക്ഷ 8 തവണ എഴുതിയ വീര സവർക്കറുടെ കാര്യം, വീര എന്നുള്ളത് ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, സവർക്കറുടെ കാര്യം ഇപ്പോഴും പറയുമ്പോൾ പോലും എങ്ങനെയാണോ അവർക്ക് പൊള്ളുന്നത് അതുപോലെ അവർക്ക് പൊള്ളും. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്.